വയനാട് പുനരധിവാസ പദ്ധതിയുടെ കരട് ചീഫ് സെക്രട്ടറി അവതരിപ്പിച്ചു. പുനരധിവാസത്തിനായി 750 കോടിയാണ് പ്രതീക്ഷിക്കുന്നത്. സ്പോൺസർമാരുടെ ലിസ്റ്റ് പദ്ധതി രേഖയിൽ ഉൾപ്പെടുത്തും. 50 വീടുകൾക്ക് മുകളിൽ വാഗ്ദാനം ചെയ്തവരെ പ്രധാന സ്പോൺസർമാരായി പരിഗണിക്കും. വയനാട് പുനരധിവാസത്തിൽ 1.5 മണിക്കൂറായിരുന്നു അടിയന്തരമായി മന്ത്രിസഭാ യോഗം ചേർന്നത്. വയനാട് പുനരധിവാസ പാക്കേജിന്റെ കരട് ചീഫ് സെക്രട്ടറി അവതരിപ്പിച്ചു. പുനരധിവാസത്തിനായി വീടുകൾ വാഗ്ദാനം ചെയ്ത 38 സംഘടനകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തും. സ്ഥലമേറ്റെടുപ്പ് നടപടി വേഗത്തിലാക്കും. അടുത്ത ക്യാബിനറ്റ് വിശദമായി ഈ വിഷയം പരിഗണിക്കും. 2 ടൗൺഷിപ്പ് ഒറ്റഘട്ടമായി നിർമ്മിക്കും. ടൗൺഷിപ്പ് നിർമ്മാണം 2 പ്രദേശത്തായിരിക്കും. 780 കോടിയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. സ്പോൺസർമാരുടെ ലിസ്റ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തും. 50 വീടുകൾക്ക് മുകളിൽ വാഗ്ദാനം ചെയ്തവരെ പ്രധാന സ്പോൺസർമാരായി പരിഗണിക്കും. നിരവധി വ്യവസായികൾ സ്പോൺസർമാരുടെ പട്ടികയിലുണ്ട്. കിഫ്ബി തയ്യാറാക്കിയ ഒറ്റനില വീടുകളുടെ ഡിസൈൻ ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചു. പുനരധിവാസ പദ്ധതിയിൽ പങ്കാളികളാകാൻ സന്നദ്ധത അറിയിച്ചവരെ മുഖ്യമന്ത്രി കാണും. ചുമതലകൾ ആർക്കൊക്കെ എന്നതടക്കമുള്ള കാര്യങ്ങൾ അടുത്ത മന്ത്രിസഭാ യോഗം തീരുമാനിക്കും. ജനം, തിരുവനന്തപുരം.